ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്കടുത്ത് ശിരൂരിൽ കുന്നിടിഞ്ഞ് വീണതിനെ തുടർന്നുള്ള അപകടത്തിൽ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ആ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുമുണ്ട്. പക്ഷേ പുരോഗമനം പറയുമ്പോൾ പോലും അതിന് വേണ്ടത്ര വേഗതയിലല്ല രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്നുള്ള ആരോപണം ഈ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. എന്തായാലും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നു. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെ കുടുംബത്തെയും കൂടെ ഉണ്ടായിരുന്ന സഹ ഡ്രൈവറെയും ഒക്കെ മർദ്ദിക്കുന്ന നിരക്കിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും അപകടമുണ്ടായി 100 മണിക്കൂറിന് ശേഷവും ഈ അപകടത്തിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നിരിക്കുന്നത്. കേന്ദ്ര സൈന്യം അവിടേക്ക് ഇറങ്ങണം എന്നുള്ള ഒരാവശ്യം ഉയർന്നു വന്നെങ്കിലും അതിൻ്റെ കാര്യമില്ല എന്നുള്ളൊരു നിലപാട് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വലിയ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ ഇന്നത്തെ കാര്യത്തിൽ പറയാനുള്ളതും ഈ രക്ഷാപ്രവർത്തനവും അതിനെതിരെയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും തന്നെയാണ്. 5 ദിവസമായി രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടായി ആദ്യത്തെ 2 ദിവസം ഒരു തരത്തിലുള്ള നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനവും ആരോപണവുമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവമുണ്ടായി 2 ദിവസം മകൻ കാട്ടിലകപ്പെട്ടു പോയതായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ കുടുംബം കഴിഞ്ഞു. ആ അമ്മ തന്നെയാണ് ആ നിലയിലുള്ള അവരുടെ ഒരു പ്രതികരണം നൽകുകയും ചെയ്തിരിക്കുന്നത്. സഹോദരിയും സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. കർണാടകയിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ തങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു എന്നുള്ള ഒരു പ്രതികരണം അവർ നൽകുമ്പോൾ അതിന് അവർക്ക് മുന്നിട്ട് വയ്ക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. കാരണം മണ്ണിടിഞ്ഞ് വീണു, അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. ആ സ്ഥലത്തേക്ക് കാര്യമായ രീതിയിൽ ആളുകളെ പ്രവേശിപ്പിക്കാത്ത തരത്തിൽ, അതായത് ബന്ധുക്കളെ പോലും അവിടേക്ക് കടത്തിവിടാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബന്ധവസ്ഥ ഏർപ്പെടുത്തുന്നു. ഒപ്പം ഇവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മന്ത്രിമാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒഫീഷ്യൽസും വരുമ്പോൾ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം അവർ ത്വരിതഗതിയിൽ നടത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ 2 ദിവസം ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല. അതിനുശേഷം മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെയും MP-മാരെയും എല്ലാം തന്നെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് കാര്യങ്ങൾ അല്പമെങ്കിലും മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പട്ടാളം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഇറങ്ങി വരണം എന്നുള്ളൊരു ആവശ്യം അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ അല്ലാത്ത പക്ഷം കേരളത്തിൽ നിന്നുള്ള രക്ഷാസൈന്യം ആ ദൗത്യത്തിലേക്ക് കടക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 100 മണിക്കൂർ പിന്നിടുമ്പോഴും ഇത്തരത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തന പരിപാടികൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ഡ്രൈവറെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന നിലയിലേക്ക് SP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു എന്നുള്ള നിലയ്ക്കുള്ള ആരോപണങ്ങൾ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും ഈ വിഷയം സജീവമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളി ആയിട്ടുള്ള ഒരാൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമോ രക്ഷാപ്രവർത്തനം രീതി എന്നുള്ളൊരു ചോദ്യമാണ്, ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് എന്തായാലും അവിടെ ഉയർന്നു വന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകൾ ആ ചോദ്യത്തെ ഒരു പരിധിവരെ സാധൂകരിക്കുന്നതാണ്. കാരണം 8 മണിയായപ്പോൾ തന്നെ കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പുലർച്ചെ രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് അറിയിച്ചു. പക്ഷേ അപ്പോഴും വളരെ വൈകി, ഏതാണ്ട് 8 മണിയോടുകൂടിയൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഇവർക്ക് വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടുവെന്ന് കുടുംബം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. എന്തായാലും അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയിൽ കുടുംബവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഉറച്ചു വിശ്വസിക്കുക തന്നെയാണ്. അർജുൻ അതിശക്തനായി തന്നെ തിരിച്ചു വരും. ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിബന്ധങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മനക്കരുത്തും അതിനു മുമ്പ് അദ്ദേഹം താണ്ടിയിട്ടുള്ള ദുരിത കൈകളും തന്നെയാണ് അവർ അതിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയും. എന്തായാലും ആ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും ഒപ്പം തന്നെ ആ ഒരു വിശ്വാസം തന്നെ ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് നമുക്കും താല്പര്യം. ഒപ്പം ഈ ഒരു വിശ്വാസം അർജുൻ്റെ തിരിച്ചുവരവിനെ നമുക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞു വെക്കാൻ പ്രതീക്ഷിക്കാൻ കാരണങ്ങളുണ്ട് എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ്. കാരണം ഭൂമികുലുക്കമുണ്ടായി ആകെയും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കടിയിൽ നിന്ന് തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അതിജീവനത്തിൻ്റെ മാതൃകയായി തന്നെ ഉയർന്നു വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവൻ കൈ പിടിച്ചുകൊണ്ട് മണ്ണിനടിയിൽ നിരവധി ദിവസങ്ങൾ തള്ളിവിട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ മുന്നിലാണ്. അങ്ങനെ അതിജീവനത്തിൻ്റെ ഒരുപാട് മാതൃകകൾ ഉള്ളപ്പോൾ അർജുൻ തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടം.